ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബാത്റൂം ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാണ്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് വിനാഗിരി, കുറച്ച് ഡിഷ് വാഷാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏതാണോ ഡിഷ് വാഷ് ഉപയോഗിക്കാറെന്ന് വെച്ചാൽ അതന്നെ മതി. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കുക. എന്നിട്ട് ശേഷം അത് നമുക്ക് ടൈലിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഉരച്ച് കഴുകിയാൽ ഏത് പിടിച്ചു പോയ കറിയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പത്തിൽ ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. പിന്നെ ബാത്റൂം കഴുകാൻ വേണ്ടി ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടതാണ്, ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു സ്പ്രേ എന്ത് ചെയ്യാം, ടൈലിൻ്റെ മുകളിലും അതേപോലെ പൈപ്പും വാഷ് ബേസിനിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ടോയ്ലറ്റ് കഴുകാൻ ഏതാണോ ഇത് ഉപയോഗിക്കാറെന്ന് വെച്ചാൽ, ഹാർപ്പിക്ക് എന്താ ഉപയോഗിക്കാറെന്ന് വെച്ചാൽ അതൊന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം ബാക്കി എല്ലാവരുടെയും ക്ലീൻ ചെയ്യുമ്പോഴേക്കും അത് പിടിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നെ പൈപ്പും അതേപോലെ തന്നെ പിന്നെ വാഷ് ബേസിൻ കഴുകുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗവും, ക്ലോസറ്റ് കഴുകുമ്പോൾ അതിൻ്റെ താഴെ ഭാഗവും, സീറ്റിങ്ങും, പിന്നെ നമ്മൾ ആ വെള്ളം ഇതാവുന്ന സ്റ്റോർ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ടാങ്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉരച്ച് കഴുകി കൊടുക്കുക ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിത് എല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടിയല്ല. ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 1.5 മാസമൊക്കെ കൂടുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഓരോ ബാത്റൂമിലും, നിങ്ങളുടെ വീട്ടിൽ എത്ര ബാത്റൂം ഉണ്ടോ അത്രയും ബാത്റൂമിലും ബ്രഷും അതേപോലെ തന്നെ പിന്നെ വൈപ്പർ ചെയ്യാനും ഒക്കെ ഒരു വൈപ്പറും ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കെന്താ വെച്ചാൽ ഇത് കുളിക്കാൻ കയറുമ്പോൾ തന്നെ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വൈപ്പ് ചെയ്തിട്ടാൽ, കുളിയൊക്കെ കഴിഞ്ഞൊന്ന് വൈപ്പ് ചെയ്തിട്ടാൽ തന്നെ ബാത്റൂം നല്ല ക്ലീനായി കിടക്കും. അതൊരു വലിയ പണിയായി മാറുകയില്ല. പക്ഷേ എല്ലാ ബാത്റൂമിലേക്കും ഒരേ ബ്രഷ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എടുത്തുകൊണ്ടുവരാൻ മടിച്ചിട്ട് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ടും നിൽക്കില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബാത്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബക്കറ്റും മഗ്ഗും ഒക്കെ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമാണ്. അതും അതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ നമ്മൾക്ക് എന്താ വെച്ചാൽ ഒരു കോർണർ സ്റ്റാൻഡ് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ ജനലിൻ്റെ സൈഡിലുണ്ടാകും, ജനലിൻ്റെ മുകളിലൊക്കെ എന്താ നമ്മൾ വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഈ ക്ലീനിങ് സൊല്യൂഷനും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കോർണർ സ്റ്റാൻഡ് പിടിപ്പിച്ചാൽ ആ സൈഡിൽ അതൊക്കെ ഒതുക്കി വെക്കാനും പറ്റും. ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നുകയില്ല. പിന്നെ അതേപോലെ മിററൊക്കെ നന്നായിട്ടൊന്ന് പേപ്പർ വെച്ചിട്ടൊക്കെ തുടച്ചിട്ടാൽ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. പിന്നെ ഞാൻ ആരെയും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ ഈ എയർ ഫ്രഷ്നർ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കാറുണ്ട്. അതിൻ്റെ മണം അത്ര നല്ലതല്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാനല്ലേ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.